ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആത്മീയ പരിശുദ്ധി കൈവരിക്കുന്നതിന് ഒരു നോമ്പുകാലം കൂടി അടുത്തിരിക്കുകയാണല്ലോ. നോമ്പുകാലം എന്നത് ഭക്ഷണ നിയമങ്ങളുടെ കാലം മാത്രമല്ല, അത് ഹൃദയ പരിവർത്തനത്തിൻ്റെ കാലം കൂടിയാണ്. ഒരു പടി കൂടി ആത്മീയമായി വളരുന്നതിന് വചനവിചിന്തനത്തിനായി ഇന്ന് തിരുസഭ നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. നോമ്പ് കാലത്തിൻ്റെ ഹൃദയം തന്നെ ഈ വചനഭാഗത്ത് അടങ്ങിയിരിക്കുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയം എന്നതിലുപരി സ്നേഹം വളർത്തുന്ന കാലമാണ് ഓരോ നോമ്പുകാലവും. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും അത് കൂടുതൽ ബലപ്പെടുത്തുന്നതിനുമുള്ള ആഹ്വാനത്തിലേക്കാണ് ഓരോ നോമ്പും നമ്മെ ക്ഷണിക്കുന്നത്. വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. യേശു നമ്മെ ആദ്യം സ്നേഹിച്ചു. നമ്മൾ പാപികളായിരിക്കെ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞത് ആ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തീയ സ്നേഹം വെറും വികാരമല്ല, അത് ബലിപീഠത്തിലെ സമർപ്പണമാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന യേശുവിൻ്റെ വാക്കുകൾ നോമ്പുകാലത്തിൽ ഓരോ ദിവസവും നമ്മെ വെല്ലുവിളിക്കുന്നു. നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയാതെ വരാം, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളിലെ സ്വാർത്ഥത ത്യജിക്കാൻ കഴിയുമോ? അഹങ്കാരം വെടിഞ്ഞ് സഹോദരങ്ങൾക്ക് വേണ്ടി എളിമപ്പെടാൻ കഴിയുമോ? തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ തയ്യാറാണോ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാം ഉള്ളിൽ സ്നേഹിതർക്ക് വേണ്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെറിയ മരണങ്ങൾ വലിയ ആത്മീയ ചൈതന്യത്തിലേക്കും പുതുജീവിതത്തിലേക്കും നമ്മെ നയിക്കുന്നു. സ്നേഹിതന്മാർ എന്നാണ് വചനത്തിൽ ഈശോ നമ്മെ വിളിക്കുന്നത്. പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തോടുള്ള സൗഹൃദം നാം ആഴപ്പെടുത്തുന്നത്. അന്ധകാരത്തിൽ നടക്കുന്നവർക്ക് വെളിച്ചമാകാൻ, വിഭജനങ്ങളിൽ ഐക്യമാകാൻ, ദ്വേഷത്തിൽ സ്നേഹമാകാൻ തിരഞ്ഞെടുത്തവരാണ് നാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, മനുഷ്യൻ സ്നേഹിക്കപ്പെടുമ്പോഴേ തനിക്കുള്ള മഹത്വം തിരിച്ചറിയുമെന്ന്. നോമ്പുകാലം നമ്മെ ക്രൂശിൻ്റെ വഴിയിലൂടെ കടത്തി ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഹൃദയം ശുദ്ധീകരിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി ഫലം കായ്ക്കുന്ന യേശുവിൻ്റെ പ്രിയ ശിഷ്യരായി മാറാം. നല്ലൊരു നോമ്പുകാലം ഏവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.